പ്രത്യേക തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടിയായ വോട്ട് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനം ജനവിധിയിലേക്ക് കടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 140 മണ്ഡലങ്ങളും എങ്ങനെ വിധി എഴുതുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ചില മണ്ഡലങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും സ്വഭാവ രീതി കൊണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. അത്തരം മണ്ഡലങ്ങളാണ് വോട്ട് ടോക്ക് പരിശോധിക്കുന്നത്. വോട്ട് ടോക്ക് ആദ്യം വിശകലനം ചെയ്യുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലമാണ്. എല്ലാവർക്കും സ്വാഗതം. വിനീഷ്, ഈ പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് എന്നും ചർച്ചാ വിഷയമാവാറുണ്ട്. പാലക്കാട് നഗരസഭയും 3 ഗ്രാമപഞ്ചായത്തുകളും കൂടി ചേരുന്നതാണല്ലോ ഈ പാലക്കാട് നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ഇത്തവണ ഏറെ ശ്രദ്ധേയമായത് ഡീൽ വിവാദത്തിലൂടെയാണ്. പ്രതിപക്ഷ നേതാവാണ് ആദ്യം അത് ഉന്നയിച്ചത്. അത് ഇന്നും ഈ നിമിഷം വരെയും ആ ഡീൽ വിവാദം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. എന്താണ് പാലക്കാട് ഡീല്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡീല് ഉന്നയിക്കുന്നത്? വിനീഷ്, അത് നമുക്കൊക്കെ അറിയാം. ഒരു BJP CPM ഡീൽ, അത് പാലക്കാട് മാത്രമല്ല മറ്റു പല മണ്ഡലങ്ങളും എടുത്തു പറയുന്നുണ്ട് പ്രതിപക്ഷം. അതിൽ ആദ്യം എടുത്തു പറഞ്ഞത് പാലക്കാട് നിയോജക മണ്ഡലമാണ്. അതൊരു കാര്യമുണ്ട്. കാരണം ഒരു ഡീൽ ഉന്നയിക്കണമെങ്കിൽ അതിനൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഡീൽ അവിടെ ഉന്നയിക്കുന്നത് CPM-ഉം BJP-യും തമ്മിലുള്ളൊരു ഡീലാണ് UDF ഉന്നയിക്കുന്നത്. അതിന് കാരണം പറയുന്നതിൽ ഇപ്പോൾ അവിടെ CPM നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് ആ ഡീലിലേക്ക് നയിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ഈ പാലക്കാട് മണ്ഡലത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി UDF ജയിക്കുന്നു, 2ാം സ്ഥാനത്ത് BJP വരുന്നു, 3ാം സ്ഥാനത്തേക്ക് ഇടത് സ്ഥാനാർത്ഥി ആരാൾ പോകുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒന്നും ഉന്നയിക്കാത്ത ഒരു ഡീല് ഇപ്പോൾ വന്നതിന്റെ കാരണം NMR റസാക്കിനെ CPM സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി എന്നുള്ളതുകൊണ്ടാണ്. NMR റസാക്ക് അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അതൊരു മുസ്ലിം ഒരു 40,000 വോട്ടുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വരെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് UDF-നാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥി ഇടതുമുന്നണിയിൽ വരുമ്പോഴേക്കും ആ വോട്ട് ഏകീകരണം UDF-ൽ നിന്ന് മാറാനുള്ള ഒരു സാഹചര്യം പാലക്കാട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് UDF ഇപ്പോൾ, അതായത് UDF-ന് ഒരു ഭീതി വന്നിട്ടുണ്ട്, ആശങ്കയുണ്ട് അല്ലേ? അതെ, കാരണം NMR റസാഖ് അവിടെ മത്സരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ന്യൂനപക്ഷ വോട്ട് ഒരു പരിധി വരെ UDF-ൽ നിന്ന് LDF-ലേക്ക് പോകുമെന്നുള്ള പേടി ആണ് UDF-നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് ഒരു ഡീലുണ്ടെന്ന്. കാരണം അങ്ങനെ ഇടതുപക്ഷം BJP-യുമായി ഒരു ഡീലിലേക്ക് പോകുന്നു എന്നൊരു നറേറ്റീവ് ജനങ്ങളെ വിശ്വസിപ്പിക്കാനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വോട്ടുകൾ ഒരിക്കലും ന്യൂനപക്ഷ വോട്ടുകൾ റസാക്കിന് പിടിക്കാൻ കഴിയത്തില്ല. അപ്പം ആ വോട്ടുകൾ നേരത്തെ അത് മുൻ തെരഞ്ഞെടുപ്പുകൾ പോലെ തന്നെ UDF-നൊപ്പം തന്നെ നിൽക്കും. അങ്ങനെ UDF-ന് ഒരു വിജയം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നറേറ്റീവാണ് ഈ ഡീല്. നമുക്കറിയാം, കാരണം തൊട്ടപ്പുറത്തെ മണ്ഡലമുണ്ട് മലമ്പുഴയിലും LDF ആണ് 1ാം സ്ഥാനത്ത്, BJP 2ാം സ്ഥാനത്താണ്, UDF 3ാം സ്ഥാനത്താണ്. അവിടെ ഡീല് പറയുന്നില്ല. കാരണം അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അവിടെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വരുന്ന പ്രചാരണവും അല്ലെങ്കിൽ വിഷയങ്ങളും ഒക്കെ ചർച്ചയായിട്ട് ഒരു തീരുമാനത്തിലേക്ക് അവിടെ എത്തും. അല്ലെങ്കിൽ ജനങ്ങൾ അതിനെ ഏത് സ്വീകരിക്കണമെന്ന് അവർ തീരുമാനിക്കും. അവിടെ എന്തും അത് ജനങ്ങളുടെ ഒരു വിധിക്ക് വിട്ടിരിക്കുകയാണ്. പക്ഷെ പാലക്കാട് മണ്ഡലത്തിൽ അങ്ങനെയല്ല. പാലക്കാട് മണ്ഡലത്തിൽ നമുക്കറിയാം, നേരത്തെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴത്തേക്ക് 58,000 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 18,000 ചിലാൻ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്. അതെ. അപ്പം അവിടെ പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ BJP വളരെ പിന്നോട്ട് പോയി. കാരണം തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന വോട്ട് BJP-ക്ക് കിട്ടാൻ കഴിഞ്ഞില്ല. കാരണം BJP-യിലെ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം BJP വോട്ടുകൾ പോയി പോളി ചെയ്യിപ്പിക്കപ്പെട്ടില്ല. അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാരണം. കാരണം കോൺഗ്രസിന് അങ്ങനെ വലിയ വോട്ട് വർധന ഉണ്ടായെന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല. കാരണം ഷാഫി പറമ്പിൽ തൊട്ട് മുമ്പ് മത്സരിക്കുമ്പോൾ 54,000 വോട്ടാണ് ഷാഫി പറമ്പിൽ കിട്ടിയത്. അതിൽ 58,000 ആയി മാത്രം, അതായത് 4,000 വോട്ടിന്റെ ഒരു വർധനവ് മാത്രമാണ് UDF-ലുണ്ടായത്. ഇടതുമുന്നണിക്കും 1,000 വോട്ടുകൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. പക്ഷെ BJP-ക്കാണ് അവിടെ ഏതാണ്ട് 11,000 വോട്ടുകൾ. 2016 മുതൽ BJP-യുടെ A ക്ലാസ് മണ്ഡലത്തിലേക്ക് കടന്നിരിക്കുകയാണ് പാലക്കാട് നിയോജക മണ്ഡലം. ശോഭാ സുരേന്ദ്രനായിരുന്നു അന്ന് മത്സരിച്ചത്. അപ്പോൾ മുതലാണ് പാലക്കാട് ഇത്രയേറെ ശ്രദ്ധേയമായതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അതെ. കാരണം നമുക്കറിയാമല്ലോ, ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് BJP-യുടെ ഒരു വോട്ട് പുള്ളറാണ്. അപ്പം അവർ മത്സരിച്ച മണ്ഡലങ്ങളെല്ലാം തന്നെ, അതായത് ഒരു സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും അവര് വലിയൊരു സാധ്യതയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പാലക്കാട്ടും അതിനാണ് സംഭവിച്ചത്. 2006 ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു. 23,000-ലധികം വോട്ടുകൾ നേടിക്കൊണ്ട് BJP-യെ 2ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ BJP പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിർണായകമായി മാറുന്നു. അത് ആ കാലഘട്ടം മുതൽ തന്നെ 2ാം സ്ഥാനത്തുണ്ട്. ഒരിക്കലും അവിടുന്ന് 3ാം സ്ഥാനത്തേക്ക് BJP പിന്തള്ളപ്പെട്ടിട്ടില്ല. പക്ഷേ BJP-ക്ക് വിജയിക്കുവാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പാലക്കാട്ടെ
ചരിത്രം. അവിടെയാണ് വീണ്ടും ഈ ഇപ്പം മായ സൂചിപ്പിച്ചതുപോലെ ശോഭാ സുരേന്ദ്രൻ കടന്നു വരുന്നത്. കാരണം ശോഭാ സുരേന്ദ്രൻ വോട്ട് പുളർ എന്ന നിലയിൽ വോട്ട് വർദ്ധിപ്പിക്കാത്ത ഒരു ചരിത്രമില്ല. കാരണം എവിടെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ തോതിൽ അവിടെ വോട്ട് വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പാലക്കാട് സംബന്ധിച്ചിടത്തോളം ഈ 50,000-ലധികം വോട്ട് BJP കിട്ടിയ ഒരു മണ്ഡലമാണ്. അവിടെ ഒരു 55,000 വോട്ട് BJP നേടാൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ചോദ്യമില്ല. കാരണം തീർച്ചയായും വിജയിക്കാൻ കഴിയും. ഏത് സ്ഥാനാർത്ഥി പാലക്കാട് ഒരു 55,000 വോട്ടിലേക്ക് എത്താൻ കഴിഞ്ഞോ വലിയ വിജയം ഉറപ്പിക്കാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് പാലക്കാടുള്ളത്. ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വലിയ തന്ത്രങ്ങൾ പയറ്റിയിട്ടുണ്ട് ഇത്തവണ. വിവിധ മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് LDFിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്, അല്ലേ? അതെ. കാരണം KK ദിവാകരന് ശേഷം LDFിന് കിട്ടാത്തൊരു മണ്ഡലമാണ്. അതിനു മുമ്പ് നേരത്തെ സൂചിപ്പിച്ച KA നൗഷാദ് അവിടെ വിജയിച്ച ഒരു മണ്ഡലമാണ്. അത് 1996-ലാണ് നൗഷാദ് അവിടെ നിന്നും ഒരു CPM MLA ആയിട്ട് മാറുന്നു. അതും ഏറെക്കാലം UDFിന്റെ കയ്യിൽ നിന്ന് നൗഷാദ് അത് പിടിച്ചെടുക്കുകയായിരുന്നു ഉണ്ടായത്. അതെ, ആദ്യമായിട്ടാണ് ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു CPM സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിക്കുന്നത് പോലും അക്കാലഘട്ടത്തിലാണ്. അതിനു മുമ്പൊക്കെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുന്ദരകാലം എന്നൊക്കെ പറയുന്ന M സുന്ദരം വിജയിച്ച കാലം. അതിനു മുമ്പ് ആ മണ്ഡലം പൂർണ്ണമായും UDFിന്, അതായത് ആ മണ്ഡലം രൂപീകൃതമായ കാലം മുതൽ തന്നെ അവിടെ അത് UDFിന്റെ കൈവശമുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെ ഇടതു മുന്നണിക്ക് വലിയ ഒരു സ്വാധീനം കിട്ടാത്ത മണ്ഡലമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. കാരണം പാലക്കാട് ജില്ലയിൽ എപ്പോഴും വലിയ സ്വാധീനം ഇടതു മുന്നണിക്ക് ഉണ്ടായിരുന്നു. EMS അടക്കം മത്സരിച്ചിട്ടുള്ള ഒരു ജില്ലയാണ്, KG മത്സരിച്ചിട്ടുള്ള ജില്ലയാണ്. അങ്ങനെ പലതരത്തിൽ വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണെങ്കിൽ കൂടി ഈ പാലക്കാട് നിയമസഭാ മണ്ഡലം ഒരിക്കലും ഇടതു മുന്നണിക്ക് അങ്ങനെ കാര്യമായി കിട്ടുന്നില്ല. അത് ആദ്യമായി കിട്ടുന്നത് ഈ 1996-ല് KA നൗഷാദിലൂടെയാണ്. അതിനുശേഷം വീണ്ടും നഷ്ടപ്പെടുന്നു. വീണ്ടും KK ദിവാകരൻ എന്ന് പറഞ്ഞ സീറ്റ് നേതാവ് വഴി വീണ്ടും ഇടതുമുന്നണി ആ സീറ്റ് നേടുന്നു. പിന്നീട് ഒരിക്കലും ഇടതുപക്ഷത്തിന് അവിടെ വിജയിക്കാൻ കഴിയും. ഈ മുഖ്യമന്ത്രിയൊക്കെ ഇപ്പോൾ പറയുന്നത് എന്താണെന്നോ, ഒരു ന്യൂനപക്ഷക്കാരനായ നൗഷാദിനെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് മണ്ഡലം തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതേ തന്ത്രം തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പയറ്റിയത്. റസാക്കിനെ നിർത്തിയതിൽ അത്രമാത്രം ഉദ്ദേശിച്ചാൽ മതി എന്നാണ് മുഖ്യമന്ത്രി ഇന്നുപോലും മാധ്യമങ്ങളോട് പറഞ്ഞു കേട്ടത്. അതെ, കാരണം ഇടതുമുന്നണിയുടെ വലിയ തന്ത്രമാണ്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും നിർണായകമാണ്. അവർക്കിവിടെ ഒരു ഭരണത്തിൽ തിരിച്ചെത്തുന്നതിന് മാത്രമല്ല, കാരണം അവരുടെ ദേശീയ കക്ഷി എന്ന നിലയിൽ വോട്ട് ശതമാനവും സീറ്റും ഒക്കെ ഉറപ്പാക്കണമെങ്കിൽ അതിനിപ്പം ഏറ്റവും പറ്റിയ ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ കേരളത്തിലെ പരമാവധി സീറ്റുകൾ സമാഹരിക്കുക എന്നുള്ളത് CPM-ന് അത്യാവശ്യമാണ്. കാരണം CPM പരാജയപ്പെടാതെ CPM-ന് സംസ്ഥാന തലത്തിലുള്ള തോൽവി മാത്രമല്ല ദേശീയ തലത്തിലും ദേശീയ പാർട്ടി എന്നുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ കാലം പോലെയല്ല, ഇപ്പോൾ തോറ്റാൽ വലിയ നഷ്ടം ഉണ്ടാകും. നേരത്തെ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ രീതി അനുസരിച്ച് ഒരു മുന്നണി വരും, അടുത്ത തവണ അടുത്തത് കിട്ടും, തിരിച്ചും മറിച്ചും ഇങ്ങനെ പൊയ്ക്കോളും എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷേ ആ ധാരണയൊക്കെ മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ സീറ്റും വളരെ നിർണായകമാണ്. കാരണം പാലക്കാട് സ്ഥിരമായി തോൽക്കുന്നു. അപ്പോൾ ആ സീറ്റ് പിടിക്കാനായി ഇടതുമുന്നണിയുടെ മുമ്പിലുള്ള വലിയ തന്ത്രമാണ്. കാരണം അവിടെ സത്യത്തിൽ ഡീലൊക്കെ ഒരു ആരോപണമായ ഒരു വശത്ത് വരുന്നുണ്ടെങ്കിലും ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണെങ്കിൽ CPM ജയിക്കാൻ വേണ്ടി എടുത്ത ഒരു തീരുമാനം തന്നെയാണ് അവിടെ NMR റസാക്കിനെ മത്സരിപ്പിക്കുക എന്നുള്ളത്. കാരണം അവിടെ 40,000 മുസ്ലിം വോട്ടുണ്ട്, 10,000 ക്രിസ്ത്യൻ വോട്ടുണ്ട്, ഇങ്ങനെ ഒരു 50,000 ന്യൂനപക്ഷ വോട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 1,95,000-ഓളം വോട്ടുള്ള ഒരു മണ്ഡലമാണ്. ഏതാണ്ട് 1,40,000-നും 50,000-നും ഇടയ്ക്ക് മാത്രമാണ് അവിടെ പരമാവധി പോളിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 40,000 വോട്ട് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അതുപോലെ 10,000 ക്രിസ്ത്യൻ വോട്ടുകളും വളരെ നിർണായകമാണ്. അപ്പം ഇവിടെ ഒരു മുസ്ലിം ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനും രമേശ് പിഷാരടിയും ഹിന്ദു മതത്തിൽപ്പെട്ടതാണെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥി ഇറക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ വരുന്നതോടുകൂടി ന്യൂനപക്ഷ വോട്ടുകൾ വളരെ വലിയ തോതിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്കുള്ളത്. അതിനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഒന്നാമത് ഈ NMR റസാഖ് എന്ന് പറയുന്നത് പാലക്കാട് മണ്ഡലത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യാപാരിയാണ്. ബിസിനസ്സുമൊക്കെയായി നടക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുമായൊക്കെ വളരെ അടുത്തിടപഴകുന്ന ഒരാളാണ്. അപ്പോൾ ഈ NMR റസാഖ് എന്തായാലും നല്ലൊരു ശതമാനം ന്യൂനപക്ഷ വോട്ടുകൾ പിടിക്കും. അപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകൾ NMR പിടിക്കുമ്പോഴത്തേക്ക് അത് UDF-നാണ് അത് വീഴ്ച വരുന്നത്. അത് UDF-ൽ നിന്നാണ് പോവുക. അപ്പോൾ അങ്ങനെ ഒരു ഒഴുക്ക് UDF-ൽ നിന്ന് ന്യൂനപക്ഷ വോട്ട് ഇടതുപക്ഷത്തേക്ക് പോകുന്നത് വലിയ അപകടം ഉണ്ടാക്കും. UDF-നെ സംബന്ധിച്ചിടത്തോളം അവിടെ പരാജയത്തിലേക്ക് എത്തും. ആ ഒരു ഭീതിയാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം മുതൽ പാലക്കാട് മണ്ഡലം എടുത്തു വെച്ചുകൊണ്ട് ഈ ഡീൽ ആരോപണവുമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വേണം കരുതാൻ. അതെ, തീർച്ചയായിട്ടും ഏത് വിധേനയും ഈ ന്യൂനപക്ഷ വോട്ട് NMR റസാക്കിന് കിട്ടുന്ന സാഹചര്യം ഒഴിവാക്കിയില്ലെങ്കിൽ
അവിടെ UDF തോക്കുന്നു മാത്രമല്ല, UDF 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം ഇടതുപക്ഷത്തിന് നമുക്കറിയാം ഒരു 36,000 37,000 വോട്ടുകൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ട്. അവര് വലിയ വ്യത്യാസത്തിൽ തോക്കുമ്പോഴും ചെറിയ വ്യത്യാസത്തിൽ 3ാം സ്ഥാനത്തേക്ക് പോകുമ്പോഴും ഒക്കെ ഇടതുമുന്നണിക്ക് അവിടെ കിട്ടുന്ന വോട്ടെന്ന് പറയുന്നത് ഒരു 35,000-ന് മേളിലാണ്. 35 മുതൽ 37,000 വോട്ട് വരെ അവർക്ക് അവിടെ ഉറപ്പായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിലും കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു 10,000 വോട്ടെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും കുറഞ്ഞത് പിടിക്കാൻ കഴിഞ്ഞാൽ പോലും ഈ 37,000 47,000 ആകുമ്പോൾ UDFന്റെ ഈ പറയുന്ന 54,000 അല്ലെങ്കിൽ 58,000 അത് 48,000-ലേക്ക് താഴും. അവിടെ BJPയുടെ വോട്ടുകൾ പിടിച്ചാൽ, കാരണം BJPയുടെ 11,000 വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ ആ 11,000 വോട്ട് എങ്ങും ചെന്നില്ല. കാരണം ഒരു 4,000 വോട്ടാണ് ആകെ UDFന് നേരത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കൂടിയത്. അപ്പം എന്നാലും അവിടെ ബാക്കി ഒരു 7,000-ലധികം BJP വോട്ടുണ്ട്. അതെവിടെ പോയി? അത് പോൾ ചെയ്യപ്പെട്ടില്ല. കാരണം അത് BJPയിലുണ്ടായ ചില പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് അവരുടെ അണികളെ അല്ലെങ്കിൽ BJPയുടെ വോട്ടുകളെ കൃത്യമായി സമാഹരിച്ചുകൊണ്ട് അത് പോൾ ചെയ്യിക്കുവാനായിട്ട് BJPയിലെ ഒരു വിഭാഗമെങ്കിലും തയ്യാറായില്ല. അപ്പം അങ്ങനെ വോട്ട് അവിടെ കുറഞ്ഞു, BJP വലിയ തോൽവിയിലേക്ക് വന്നു. അതേസമയം E. ശ്രീധരൻ മത്സരിച്ച കാലം, അതായത് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷത്തിനാണല്ലോ ഷാഫി പറമ്പിൽ ജയിച്ചത്. അതെ, 50,000-ലധികം വോട്ടുകൾ E. ശ്രീധരൻ നേടുന്നു, 54,000-അടുത്ത് വോട്ടുകൾ ഷാഫി പറമ്പിൽ നേടുന്നു, ഒരു 3,000 വോട്ട്. അപ്പൊ അവിടെ വലിയൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. കാരണം E. ശ്രീധരൻ അന്ന് മത്സരിക്കുമ്പോഴത്തേക്ക് ഇത് മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകൾ എണ്ണുന്നിടം വരെ ഏതാണ്ട് 7,500-8,000 വോട്ടുകൾക്ക് ലീഡ് ചെയ്ത് പോവുമായിരുന്നു. പക്ഷെ ആ രണ്ട് പഞ്ചായത്ത് എണ്ണിയപ്പോഴാണ് ഷാഫി പറമ്പിൽ ആ പഞ്ചായത്തുകളിൽ BJPക്കകത്തുള്ള എന്തോ വിഭാഗീയതകളും ഉണ്ടായിരുന്നു. BJPക്കകത്ത് ഉള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ അതിനേക്കാൾ കൂടുതലുണ്ട്, അവിടെ ഇടതുമുന്നണിയുടെ കോട്ടയാണത്. ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന് വലിയ ശക്തിയുള്ള 2 പഞ്ചായത്തുകളാണ് ഈ കണ്ണാടി മാത്തൂർ എന്ന് പറഞ്ഞ 2 പഞ്ചായത്തുകൾ. ആ 2 പഞ്ചായത്തുകളിൽ കൂടുതൽ വോട്ടുകൾ UDFന് കിട്ടുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടുന്നു. അതായത് കാരണം അവിടെ ഒരു BJP ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു പാർട്ടിയാണെന്നുള്ള ഒരു നറേറ്റീവ് അവിടെ വരുന്നു. അപ്പം BJP ജയിക്കും, എന്തായാലും ഇടതുപക്ഷം ജയിക്കില്ല എന്നൊരു ട്രെൻഡ് അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ആ വോട്ടുകൾ ഇടതുമുന്നണിക്ക് പോയാൽ ആര് ജയിക്കും? BJP ജയിക്കുമെന്നൊരു ട്രെൻഡ് UDF അവിടെ നല്ല നറേറ്റീവായിട്ട് അതവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. അത് അവരുടെ തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണത്, തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലെ വിജയം തന്നെയാണ്. അങ്ങനെ ആ വോട്ടുകൾ കൂടുതൽ UDFലേക്ക് എത്തുന്നു. അങ്ങനെ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, വലിയ ഭൂരിപക്ഷത്തോട് വന്ന E. ശ്രീധരൻ അവിടെ പരാജയപ്പെടും. അപ്പം അന്ന് ആ തന്ത്രത്തിൽ വിജയിച്ചത് UDF ആണെങ്കിൽ ഇന്ന് ഈ ന്യൂനപക്ഷ വോട്ടുകൾ എന്ന തന്ത്രത്തിലേക്ക് ഇടതുമുന്നണി എത്തിയിരിക്കുന്നു. അവർ ഒരുപക്ഷെ BJP ജയിപ്പിക്കാനൊന്നുമല്ല, BJP ജയിപ്പിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവർക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പം എങ്ങനെയും ഒരു മണ്ഡലം കൂടി, ഒരു നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഇടതുമുന്നണി ലക്ഷ്യമാക്കുന്നത്. ഒപ്പം ന്യൂനപക്ഷങ്ങളെ കൈപ്പിടിയിലാക്കുക. ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ അല്പം തെറ്റി നിൽക്കുകയുമാണല്ലോ CPM-മായി. ആ ഒരു ഘടകം കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനാവുന്നത് അങ്ങനെയാണ്. മറ്റൊന്ന് ഈ മണ്ഡലത്തിൻ്റെ കാര്യം എടുത്താൽ ആദ്യം മുതലേ ശ്രദ്ധേയമായത് മറ്റു മണ്ഡലങ്ങൾക്കൊന്നും ഇല്ലാത്ത മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരാളായിട്ട് വന്നത്. മറ്റേ രമേശ് പിഷാരടി പ്രവർത്തനങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട്, പ്രചരണങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നിരുന്നാൽ പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊന്നും ഇടപെടുന്ന ഒരാളൊന്നുമല്ല, ആളുകൾക്കിടയിൽ വരുന്ന ഒരാളൊന്നുമല്ല. ഈ റസാക്കിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അയാൾ ഒരു ബിസിനസ്സുകാരനാണ്. അവിടെ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ഒരാളെന്ന് പറയുന്നത് BJPയുടെ കാൻഡിഡേറ്റ് മാത്രമാണ്. അതെ, കാരണം ശോഭാ സുരേന്ദ്രൻ നമുക്കറിയാം. കാരണം വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി രാഷ്ട്രീയത്തിൽ സജീവമാണ്. മാത്രമല്ല സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്ത് പോയി മത്സരിച്ചാലും വലിയ വോട്ട് ഷെയർ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വോട്ട് ഷെയർ നേടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. നമുക്കറിയാം കഴിഞ്ഞ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ പോലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയപരമായി ഒരു തികഞ്ഞ ഒരു പൊളിറ്റീഷ്യനാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ രാഷ്ട്രീയത്തിലെ എല്ലാ സാഹചര്യങ്ങളിലൂടെയും വളർന്നു വന്ന, അതിൻ്റെ പടിപടിയായി ഉയർന്നു വന്ന ഒരു നേതാവ് എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രനാണ് അവിടെ ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥി. അത് ഒരു BJPക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥിയെ പാലക്കാട് കൊണ്ടുവരാൻ കഴിഞ്ഞത് അത് BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലെ ഒരു വിജയമാണ്. രണ്ടാമത് ശോഭാ സുരേന്ദ്രൻ വരുന്നത് ഒരു A ക്ലാസ് ആയി നിൽക്കുന്ന ഒരു മണ്ഡലത്താണ്. വളരെ നേരിയ ഒരു വോട്ട് ഷെയറോടെ നേടാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും BJPക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉള്ളിടത്ത് ആദ്യമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ വരുന്നത്. തീർച്ചയായും ശോഭാ സുരേന്ദ്രന്റെ ഈ ട്രാക്ക് റെക്കോർഡിൽ എവിടെ എടുത്താലും വോട്ട് ഇരട്ടിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മിനിമം
രീതി. ബി ക്ലാസ് മണ്ഡലങ്ങളിൽ മത്സരിച്ച് എ ക്ലാസ് മണ്ഡലത്തിലേക്ക് പോവുക, അതാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ഒരു എ ക്ലാസ് മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ വന്നിരിക്കുന്നത്. ആ ഒരു പ്രത്യേകതയുണ്ട്. അതെ, അതാണ് അവനെ പറയാം. കാരണം ഒന്നാമത് ശോഭാ സുരേന്ദ്രൻ ഒരു BJPയുടെ ഒരു ഫയർ ബ്രാൻഡാണ്, അവരുടെ ഒരു വോട്ട് പുള്ളറാണ്. അപ്പോൾ അങ്ങനെ ഇതുവരെ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ എ ക്ലാസ് മണ്ഡലത്തിൽ കൂടെ നിർത്തിയില്ല. പക്ഷേ BO CO ക്ലാസ് മത്സരത്തിൽ നിന്നാലും അവിടെ ആ മണ്ഡലങ്ങൾ ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് മത്സരിച്ച് പോകുമ്പോൾ ആ മണ്ഡലം എ ക്ലാസ് പട്ടികയിലേക്ക് എത്തും. അപ്പോൾ ഇത്തവണ ഇപ്പോൾ മായ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുള്ളത് ഒരു എ ക്ലാസ് മണ്ഡലത്തിലാണ്. എ ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞാൽ പോലെ വളരെ നെക്കായി നിൽക്കുന്നത്, അല്ലെങ്കിൽ വളരെ നേരിയ ഒരു 2,000-3,000 വോട്ട് മറിഞ്ഞാൽ പോലും വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മണ്ഡലത്തിലാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഈ പാലക്കാട് ഈ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി മാറുന്നതും. ഒപ്പം തന്നെ അവിടെ കൂടുതൽ ഈ ഡീല് അവിടെ നിന്നാണ് ഡീല് തുടങ്ങുന്നത്. കാരണം ഡീൽ അവിടെ നിന്ന് തുടങ്ങുന്നതിന്റെ കാരണവും നമ്മൾ ഈ പറഞ്ഞ ഈ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പം സത്യത്തിൽ അവിടെ ഒരു വലിയ മത്സരമാണ് നടന്നത്. ഒരു പക്ഷേ ഒരു ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയാൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വോട്ട് പുള്ളറോ ഒരു ഫയർ ബ്രാൻഡോ അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ നീക്കത്തിലൂടെ ഇടതുപക്ഷം ജയിക്കാനുള്ള ഒരു സാധ്യത പോലും അവർക്ക് നിലവിൽ പാലക്കാടുണ്ട്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി വന്നാൽ, അങ്ങനെ വന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യവും പാലക്കാട് വരും. അപ്പം അതൊക്കെ UDFനെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നമാണ്. അപ്പൊ അത് അവർക്ക് നേരിടണം. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ ഒരു സവിശേഷമായ കാലഘട്ടമാണ്. നമ്മൾ മറ്റ് എല്ലാ കാലത്തും രാഷ്ട്രീയമുണ്ട്, അത് സജീവമാണ്, അവരവരുടെ തന്ത്രങ്ങളൊക്കെ പയറ്റും. പക്ഷേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു കാലം ഒരു പ്രത്യേകമാണ്. കാരണം ഈ ഒറ്റ ഏതാനും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വേണമെങ്കിൽ കാര്യങ്ങളെല്ലാം മാറി മറിയാം. നേരത്തെ ഉണ്ടാകുന്ന പ്രതീക്ഷകൾ അതെല്ലാം അസ്ഥാനത്താവാം, ഇല്ലാത്ത പ്രതീക്ഷകൾ ഉയർന്നു വരാം. അവിടെ എന്തും സംഭവിക്കാം. അത് ഈ ആ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തെ പ്രചരണം പോലെയാണ്. കാരണം ചിലപ്പോൾ അവരുടെ തന്ത്രങ്ങൾ വിജയിച്ചെന്ന് വരാം, ചിലപ്പോൾ അവരുടെ തന്ത്രങ്ങൾ പാളിയെന്ന് വരാം. അപ്പം ഒരു തന്ത്രമോ അല്ലെങ്കിൽ ഒരു ആക്ഷേപമോ ഒരിടത്ത് ഒരു രാഷ്ട്രീയ മുന്നണിയോ പാർട്ടിയോ പ്ലാൻ ചെയ്യുമ്പം അതിനെ എങ്ങനെ അതിജീവിക്കുന്നു, അതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു, അതിനൊപ്പം തന്നെ തിരിച്ച് എന്ത് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതൊക്കെ വലിയ പ്രധാനപ്പെട്ട ഘടകം. നമുക്കറിയാം ഇപ്പം കഴിഞ്ഞ തവണ ആകെ 40 സീറ്റാണ് UDF നിലവിലുള്ളത്. അവർക്ക് ഭരണം പിടിക്കണമെങ്കിൽ ഇനി 31 സീറ്റിൽ ഇടതുമുന്നണി വിജയിച്ച 31 സീറ്റ് പിടിച്ചെടുക്കണം. അപ്പൊ അങ്ങനെ 31 സീറ്റ് പിടിക്കാൻ പോകുന്ന UDFന് കയ്യിലിരിക്കുന്ന ഒരു സീറ്റ് നഷ്ടമായാൽ വീണ്ടും 32ാമത്തെ ഒരു സീറ്റ് പിടിക്കേണ്ടി വരും. അപ്പം ഈ നിലനിർത്തുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ളൂ. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പ്രത്യേക കാലാവസ്ഥയിൽ. മാത്രമല്ല ഇടതുമുന്നണി അതിശക്തമായ ഒരു സംസ്ഥാനമാണ്. അവര് കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്നു. അവിടെ എല്ലാവിധമായ സംവിധാനങ്ങളും ഉപയോഗിക്കും. ഒപ്പം തന്നെ അവർക്ക് കേഡർ സ്വഭാവം. അപ്പൊ അതൊക്കെ അവരൊരു വശത്ത് നന്നായി ഉപയോഗിച്ച് വരുമ്പോൾ അതിനെ നേരിടാനായിട്ട് UDF ന്യൂനപക്ഷത്തെയാണ് കൂടുതലായിട്ടും പിടിച്ചത്. ആ ന്യൂനപക്ഷ ഏകീകരണം, ആ ഒരു കൺസോൾട്ടേഷനിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അവിടെ അത് മുൻകൂട്ടി കണ്ടിട്ടെന്ന വണ്ണം അവിടെ അതേ തരത്തിൽ ഇടതുമുന്നണി തിരിച്ചടിക്കുമ്പം അവിടെ വലിയൊരു ഭയം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പം അങ്ങനെ സംഭവിക്കരുതെന്നുള്ളതാണ് UDFന്റെ ആഗ്രഹം. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് UDF അതിശക്തമായ രീതിയിൽ തന്നെ പ്രചരണം നടത്തും. അപ്പം അവിടെ വികസനം പറഞ്ഞാൽ അതിനെ തടയിടാൻ പറ്റില്ല. അവിടെ പിന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ പരാജയം UDF കൊണ്ടുവന്നിട്ട് ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം അവിടെ ചർച്ചയാക്കിയാൽ അത് ദോഷം ചെയ്യും. അപ്പൊ അങ്ങനെ പല അവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം പല പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളെ അതിജീവിക്കുക എന്നുള്ളത് UDFന്റെ അനിവാര്യതയാണ്. അപ്പം അവര് കണ്ടുപിടിച്ച കൃത്യമായ ഒരു സാധനമാണ് ഈ ഡീൽ. അപ്പൊ ആ ഡീൽ വേണമെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും വിശ്വസിപ്പിക്കാൻ കഴിയും. കാരണം അവിടെ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, അങ്ങനെ ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുന്നു. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് കോൺഗ്രസിന്റെയും UDFന്റെയും CPMന്റെയും വോട്ടുകളൊക്കെ രണ്ടായി പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ BJPക്ക് ഒരു നിശ്ചിത വോട്ട് ഉണ്ട്. അത് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി കൊണ്ട് നിൽക്കുമ്പോൾ നിഷ്പ്രയാസം അവിടെ ജയിക്കും. അവിടെ ഡീലല്ല സത്യത്തിൽ, അവിടെ നിലവിലൊരു സാഹചര്യമാണ് ഡീലെന്ന് UDFനെ കൊണ്ട് പാലക്കാട്ട് പറയിപ്പിക്കുന്നത്. മറ്റൊരു മണ്ഡലത്തിന്റെ വിശകലനവുമായി വോട്ട് ടോക്കിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.